എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിളോ നോൺ വെജ് ഐറ്റമോ ഉപയോഗിച്ചിട്ട് നമുക്കിതിന് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഐറ്റം ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരേ മിക്സ് വെച്ച് തന്നെ ഫ്രൈ ചെയ്തും ടോസ്റ്റ് ചെയ്തും എടുക്കുന്ന രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് വെജിറ്റബിൾസ് ആണ്. നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിളും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാം. കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ഒഴികെയുള്ള ബാക്കി പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് വേണ്ട എരിവിന് വേണ്ടി പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്തിരുന്ന വെജിറ്റബിളൊക്കെ ഇവിടെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്തതിന് ശേഷം ഇത് അധികം സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ചേർത്തിരുന്ന ക്യാപ്സിക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചെടുത്തതാണ്. ഇത് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിനു വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ വെജിറ്റബിളിലേക്ക് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനിയൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസും മല്ലിയിലയും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഉടനെ തന്നെ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ചീസ് എല്ലാം കൂടി അങ്ങ് മെൽറ്റായി പോകും. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് പാക്കറ്റ് ബ്രെഡാണ്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ ബ്രെഡ് വേണം എടുക്കാൻ. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡ് ഒരു ദിവസം പഴകിയതാണ്. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയി പോയിട്ടുണ്ട്. ഇങ്ങനെ ബ്രെഡ് ഡ്രൈ ആയിപ്പോയെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. കൈകൊണ്ട് വെള്ളം തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം. കുറച്ചൊരു ബലം കൊടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. നന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അരിക് ഇതുപോലെ കട്ട് ചെയ്ത് കളയുമ്പോൾ വലിയ ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ബ്രൗൺ കളർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അരിക് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുവേ ഒന്ന് മുറിച്ച് കൊടുക്കാം. മുറിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി ഇതിനകത്തായിട്ട് കുറേശ്ശെയായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ ബ്രെഡിൻ്റെ അരികു ഭാഗമൊക്കെ ഒന്ന് നനച്ച് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫില്ലിംഗ് ഒന്നും പുറത്തോട്ട് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെയ്യാം. ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായിട്ടുള്ളൊരു രീതിയാണ്. മൈദ കുഴച്ച് പരത്തിയെടുക്കുന്ന ആ ഒരു പണി നമുക്ക് ഒഴിവാക്കിയെടുക്കാം. ഫില്ലിങ് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ബ്രെഡ് നനച്ച് കൊടുത്തിട്ട് ഇതിനകത്ത് ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തെടുത്താലും മതി. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇവിടെ ഇപ്പോൾ കുറച്ച് സ്നാക്സ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനി ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ എണ്ണയിൽ വറുത്ത സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് താല്പര്യമില്ലാത്തവർക്ക് ഇതേ കൂട്ട് ഉപയോഗിച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓരോരുത്തരും അവരവരുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.